ഹായ്. നമ്മൾ ചില ആൾക്കാരൊക്കെ വിലയിരുത്തുന്നത് ചില സമയത്തൊക്കെ നമ്മളെ കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ പൈസയൊക്കെ നോക്കിയിട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇതേപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ രീതിയാണെന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൽ വെക്കുന്ന വീടാണ്, ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ചില ആൾക്കാർ ചോദിക്കുക എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ളത്. അത് പറഞ്ഞിട്ട് അവർ ആ യൂട്യൂബിൽ നോക്കിയിട്ട് ആ ഒരു ചോദ്യമുണ്ട്, 6000 പേരേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അവർ മുഖത്ത് കാണുന്നൊരു പുച്ഛമുണ്ട്. ഞാൻ ഒരുപാട് വട്ടം അനുഭവിച്ചതാണ്. എന്തോ 6000 പേര് മാത്രമേ നമ്മളെ ചാനൽ നോക്കുള്ളൂ എന്നുള്ളൊരു എന്തായിരിക്കും എന്നൊരു സങ്കടം വരണ മതി. കാരണം ഇവിടെ 1 മില്യൺ 2 മില്യണൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ 10 മില്യണൊക്കെ ആൾക്കാർ വ്യൂവേഴ്സുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാനപ്പോൾ ചിന്തിക്കാറെന്താണെന്നറിയോ, ഈ ചോദിക്കണമെങ്കിൽ എന്തിനാണ് ഇത് ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൽ 6000 പേരുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സംഭവമാണ്. നമ്മളെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെന്ന് പറയണോ. 3.5 കോടി എന്തായാലും നമ്മളെ നാട്ടിലുണ്ടായിരിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് നാട്ടിലില്ലാത്ത ആൾക്കാരെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യണത് നാട്ടിലില്ലാത്ത ആൾക്കാരതാണ്. അപ്പോൾ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ, ഈ കണ്ട ജനങ്ങളെല്ലാവരും ഞങ്ങളെ ഫോളോ ചെയ്ത് എല്ലാ ആൾക്കാരും ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ ആൾക്കാരും ഞങ്ങളോട് വീട് വയ്ക്കാൻ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളെയും കൊണ്ടൊന്നല്ല, കേരള സംസ്ഥാന സർക്കാരിന് വരെ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്കറിയാലോ. ഒരു 400 ചില്ലാൻ വീട് വയ്ക്കാൻ തന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു 1000 പേര് അല്ലെങ്കിൽ ഒരു 300 പേര് സ്ഥിരമായിട്ടുണ്ട്. ആ 300 പേരിൽ 30 പേര് ജെന്യൂനായി കഴിഞ്ഞാൽ തന്നെ ഞങ്ങളെയും കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതാലോചിക്കുമ്പോഴാണ് ഞാൻ എന്നെ പുച്ഛിക്കുന്ന ആൾക്കാരെ ആലോചിച്ചിട്ട് ഞാൻ സങ്കടപ്പെടാറ്. അതായത് നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് അറിഞ്ഞ് ഉപയോഗിക്കാനും അതേപോലെ എഫേർട്ട് എടുക്കാനും ആത്മാർത്ഥമായിട്ട് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണിയും കേരളത്തിലുണ്ട്. പിന്നെ ഇപ്പോഴും നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ പണിയില്ലാത്തവരില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളൂ, അവർ കള്ളന്മാരാണ്. പണി ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ 10-50 ഭായിമാർ ജോലി ചെയ്യുന്നുണ്ട്. പണിയില്ലായിട്ടാണോ? പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭായിമാരെ കൊണ്ട് പണിപ്പിക്കുക, അങ്ങനെയൊന്നുമല്ല. ഞാനും എൻ്റെ വൈഫും വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ അമ്മ അടക്കം കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും ചെയ്യാറുണ്ട്. പണിയെടുക്കാനുള്ള ഒരു മനസ്സും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നുള്ളത് ഞാനെന്തേ മനസ്സിലാക്കിയമ്മോ. നമ്മൾ കോൺക്രീറ്റ് കൂടി ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ മനസ്സിലാക്കിയിട്ട് അതായത് വെറൈറ്റി വേണം ആൾക്കാർക്ക് അല്ലേ. ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സ് വേണം കേട്ടോ, അല്ലെങ്കിൽ നടക്കൂല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം ഞങ്ങൾ ആൾക്കാർക്ക് പറയുമ്പോൾ പുച്ഛാണ്. ഓൾ കേരള എന്നൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ലേ, ഓടി പറഞ്ഞ്. അതെ അതെ.